ചൂരൽമല ദുരന്തഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളവരെ മറവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഹൃദയഭൂമി എന്ന് പേര് നൽകിയ ഭാഗത്തേക്ക് ഞങ്ങൾ കുടുംബടക്കം കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 298 പേരില് ഈ നാട്ടുകാരറിയാത്ത ഒരു 8 പേര് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ഹോം സ്റ്റേയിൽ താമസിച്ച ഒരു കുടുംബവും അതുപോലെ തന്നെ കുറച്ച് അന്യസംസ്ഥാന തൊഴിലാളികളും. ബാക്കി മുഴുവൻ ആളുകളെയും ഈ നാട്ടുകാർ ദിവസവും വൈകിട്ടും രാവിലെയും കണ്ട് സംസാരിച്ചു പോകുന്നവരാണ് ഞങ്ങൾക്ക് നഷ്ടമായത്. തീർച്ചയായും ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ആഘാതം അത് എത്രത്തോളമാണ് നമുക്കറിയാം. 298 പേരുടെ ജീവൻ എടുത്തു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോഴും അതിജീവിച്ചവർ ഇപ്പോഴും ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള, അതായത് സകലതും നഷ്ടപ്പെട്ടവരാണ് അതിജീവിച്ചവർ പോലും. അവരുടെ ഒരു വേദന കൂടെ നമ്മൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ദിവസം എന്ന് പറഞ്ഞത് അവർ നമ്മളെ വിട്ട് പോയി നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും അവർ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിലുപരി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടും അവരെയും കൂടെ 6 അടി മണ്ണിൽ വേദനിപ്പിക്കുന്ന ഒരു വിധമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അന്തിമ പുനരധിവാസ ലിസ്റ്റ് വരെ ഇന്ന് വരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഒരു വർഷം ഇന്നത്തേക്ക് തികയാണ്. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് അവിടെ പരിപാടികളൊക്കെ നടക്കുകയല്ലേ? മന്ത്രിമാരടക്കം അവിടെ എത്തുകയല്ലേ? തീർച്ചയായിട്ടും ഇപ്പോ ഇങ്ങനെ പലതവണ ഓരോരോ ചടങ്ങിന് മിനിസ്റ്റേഴ്സ് വന്ന് പോകുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് അത് സമയബന്ധിതമായി നടപ്പിലാക്കാതെ ഇങ്ങനെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ശരിയായ രീതിയാണോ? ഇനിയും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കാനുള്ളത്? നമുക്കറിയാം നിരവധി കാര്യങ്ങൾ. എനിക്ക് തീർച്ചയായിട്ടും നോഗോ സോണും ഗോസോണും ഇന്ന് വരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോഴും ഗോസോണി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഇന്നും ജീവിക്കാൻ അവിടെ കഴിയാതെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട്. പുനരധിവാസ ലിസ്റ്റ് പരിപൂർണമല്ല. ഇതെല്ലാം എത്രയും പെട്ടെന്ന് ക്ലിയർ ആക്കി ഒരു അന്തിമ പുനരധിവാസ ലിസ്റ്റ് പ്രഖ്യാപിച്ച്, അതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾ, അനാഥയ കുടുംബങ്ങളുണ്ട്. ഇന്നിപ്പോ നമുക്കറിയാം ശ്രുതി എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് മാത്രമേ ഇന്ന് സർക്കാർ ജോലി നൽകിയിട്ടുള്ളൂ. ഇതുപോലെ തനിച്ചായ കുറച്ച് കുടുംബങ്ങളോടുണ്ട്. അവരുടെ സംരക്ഷിക്കാൻ ഒരു ബാധ്യത സർക്കാരിനില്ലേ? തീർച്ചയായും നമുക്കറിയാം ഈ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ മാത്രമാണ് ഇപ്പോൾ വീടുകൾ നിലവിൽ ഒരുങ്ങുന്നത്. അത് മതിയാവുകയില്ലല്ലോ. ഈ പുനരധിവാസ പട്ടികയിൽ നിന്നും ഇനിയും എത്ര പേരുടെ പേരാണ് പുറത്ത് നിൽക്കുന്നത്? അതായത് ഇപ്പൊ ഇവിടെ ഒരു ഹൈസ്കൂൾ റോഡ് ഏകദേശം 2.5 കിലോമീറ്ററോളം 100% വാഷ് ഔട്ട് ആയതും 100-ൽ പരം വീടുകൾ പരിപൂർണമായിട്ട് നഷ്ടപ്പെട്ടവരാണ്. ആ ഭാഗത്തൂടെ പോയിട്ട് പടവെട്ടിക്കുന്നിൽ ഒരു 10-27 കുടുംബം താമസിക്കുന്നുണ്ട്. നിരന്തരം ഇത് എല്ലാ ചാനലിലും വാർത്തയായിട്ട് വരുന്നതാണ്. ഇപ്പൊ ഒരുപാട് സംഘടനകള് ദുരന്തബാധിതർക്ക് വീട് കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണും. ഇതിൽപ്പെട്ട സംഘടനകൾ ഈ പ്രദേശം പരിശോധിക്കുമ്പോൾ അവർ പറയുന്നത് സർക്കാരിന്റെ ഗണത്തിൽപ്പെടേണ്ട ലിസ്റ്റാണ്. പടവെട്ടിക്കുന്ന് എന്ന് പറഞ്ഞ ഭാഗം 100% വാഷ് ഔട്ടായ ഒരവസ്ഥയിലാണ് ഈ റോഡ് മുഴുവനുള്ളത്. അതുപോലെ തന്നെ 8 നമ്പർ എന്ന് പറഞ്ഞ ഒരു മല അതിന് തൊട്ടമേലെ നിൽക്കുക. 2020 പൊട്ടി വന്ന ഭാഗമാണത്. അതുകൊണ്ട് അവിടെ ഒരു സേഫ് സോണായിട്ട് ഒരിക്കലും ഇനി കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതിന്റെ 100% ഉത്തരവാദിത്വം സർക്കാരിനാണ്. അത് സർക്കാരിന്റെ പുനരധിവാസ ലിസ്റ്റിൽ തന്നെ വരണം എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സംഘടനകൾ വരെ അവരെ കൈയൊഴുന്ന രീതിയാണ് വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.